ക്ലിയർ അലൈനർ ഇടുന്നതാണോ കമ്പി ഇടുന്നതാണോ ബെറ്റർ റിസൾട്ട് നൽകുന്നത്? ഇത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്ന ഒരു കമന്റ് ആണ്. എനിക്ക് പറയാനുള്ളത് രണ്ടും ബെറ്റർ റിസൾട്ട് തന്നെയാണ് നൽകുന്നത്. നമ്മൾ ചില കേസുകളിൽ നമുക്ക് ക്ലിയർ അലൈനർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കമ്പി ഇടുന്നതും രണ്ട് ട്രീറ്റ്മെന്റും ചെയ്യാം. രണ്ടിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് ക്ലിയർ അലൈനർ ആകുമ്പോൾ നമുക്ക് ഇപ്പൊ ദൂരെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മന്ത്ലി ഡോക്ടറെ കാണാൻ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ നോർമൽ ഓർത്തോണിക് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ എല്ലാ മാസവും ഡോക്ടറെ കാണാൻ വരേണ്ടതായിട്ട് വരും. പക്ഷെ രണ്ടും ബെറ്റർ റിസൾട്ട് തന്നെയാണ് നൽകുന്നത്. എന്നാൽ ചില കേസുകളിൽ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില കേസുകളിൽ ചിലപ്പോൾ നമുക്ക് പല്ലിൽ കമ്പി ഇടുന്നത് തന്നെയായിരിക്കും ബെറ്റർ റിസൾട്ട് നൽകുക. കാരണം നമുക്കത് ഓരോ മാസവും ആ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള പല്ലിന്റെ മൂവ്മെന്റ്സുകൾ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടിന്റെയും റിസൾട്ട് എന്ന് പറയുന്നത് ബെറ്റർ തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാ കേസുകളും ചിലപ്പോൾ ക്ലിയർ അലൈനർ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസിൽ ചിലപ്പോൾ ക്ലിയർ അലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന നമ്മൾ സാധാരണ ഒരു ഓർത്തോണിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു റിസൾട്ടിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും ഓർത്തോഡോണ്ടിസ്റ്റ് തന്നെയാണ്. ചില കേസുകളിൽ നമുക്ക് രണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താലും മറ്റു റിസൾട്ട് കിട്ടും. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ചിലപ്പോൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ പല്ലിൽ കമ്പി ഇടുന്ന ട്രീറ്റ്മെന്റ് ചെയ്താലായിരിക്കും ബെറ്റർ റിസൾട്ട് കിട്ടുക. അത് ഏതാണ് നല്ലത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡോക്ടർ മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്.